85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും തപാൽ വോട്ടുകൾ ഉറപ്പാക്കുവാനും തപാൽ വോട്ടിലെ അട്ടിമറി സാധ്യതകൾ തടയിടുവാനും കോൺഗ്രസിന്റെ സർക്കുലർ പുറത്ത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടെത്തുന്ന ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ അനുഭാവികളായതിനാൽ അട്ടിമറിക്ക് സാധ്യത ഏറെയാണ്. അതുകൊണ്ട് അതത് പ്രദേശങ്ങളിലെ BLAമാർ ശ്രദ്ധാലുക്കളായിരിക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. 85 വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുവാനുള്ള സൗകര്യമാണ് വോട്ട് അറ്റ് ഹോം. വോട്ട് അറ്റ് ഹോം പദ്ധതി കൂടുതൽ പേർക്കും വോട്ട് സൗകര്യം ഉറപ്പാക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഈ പദ്ധതി ഫലപ്രദമായി ഉപയോഗിക്കുവാനും അട്ടിമറി സാധ്യത ഒഴിവാക്കുവാനുമാണ് കോൺഗ്രസ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. 11 നിർദ്ദേശങ്ങൾ അടങ്ങുന്നതാണ് കോൺഗ്രസിന്റെ സർക്കുലർ. 85 വയസ്സ് കഴിഞ്ഞവരുടെയും ഭിന്നശേഷിക്കാരുടെയും ബൂത്ത് തല ലിസ്റ്റ് ബന്ധപ്പെട്ട AROമാരിൽ നിന്നും ചീഫ് ഇലക്ഷൻ ഏജന്റുമാർ കത്ത് നൽകി വാങ്ങണമെന്നും ലിസ്റ്റിൽപ്പെട്ട വോട്ടർമാർ ഫോറം നമ്പർ 12D അപേക്ഷ നൽകിയിട്ടുണ്ടോ എന്ന് BLAമാർ ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപേക്ഷ നൽകുന്നവർക്ക് പ്രത്യേക പോളിംഗ് ടീമാണ് തപാൽ വോട്ട് വീടുകളിൽ കൊണ്ടുവരുന്നത്. തപാൽ വോട്ട് കൊണ്ടുവരുന്ന ദിവസം സ്ഥാനാർത്ഥികളുടെ ചീഫ് ഇലക്ഷൻ ഏജന്റുമാരെയും വോട്ടർമാരെയും മുൻകൂട്ടി അറിയിക്കുവാൻ AROമാർ കത്ത് നൽകണം. അറിയിപ്പ് ലഭിക്കുന്ന ദിവസം പോളിംഗ് ടീമിനൊപ്പം BLAമാരുടെ സാന്നിധ്യം തീർച്ചയായും ഉറപ്പാക്കണം. പോളിംഗ് ടീം തപാൽ വോട്ടുകൾ സ്വീകരിക്കുവാൻ സീൽ ചെയ്ത സ്ട്രോങ് ബോക്സ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അപ്രകാരം സ്ട്രോങ് ബോക്സ് കൊണ്ടുവരാത്ത പോളിംഗ് ടീം ഉണ്ടെങ്കിൽ ആ വിവരം ഉടൻ ബന്ധപ്പെട്ട ARO, RO എന്നിവരെ അറിയിക്കണം. തപാൽ വോട്ട് സ്വീകരിക്കുന്നത് മുതൽ റിട്ടേണിംഗ് ഓഫീസറുടെ സ്ട്രോങ് റൂം വരെ BLAമാർ പോളിംഗ് ടീമിന്റെ വാഹനത്തിന് പുറകിൽ സഞ്ചരിക്കണം. ഓരോ ദിവസവും ലഭിക്കുന്ന തപാൽ വോട്ടിന്റെ എണ്ണം റിട്ടേണിംഗ് ഓഫീസറിൽ നിന്ന് വാങ്ങി ചീഫ് ഇലക്ഷൻ ഏജന്റിന് നൽകണം. പോളിംഗ് ടീമിലെ ഉദ്യോഗസ്ഥർ NGO യൂണിയൻ തുടങ്ങിയ ഇടത് സർവീസ് സംഘടനാ പ്രവർത്തകരാണ്. ആയതിനാൽ BLAമാർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. BLAമാർക്കും പോളിംഗ് ദിവസത്തെ പോളിംഗ് ഏജന്റുമാർക്കുമുള്ള ട്രെയിനിംഗ് ക്ലാസുകളും ഉടൻ ആരംഭിക്കുമെന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്, തിരുവനന്തപുരം.